ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു. ഈ കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോകാക്കേ പോ. മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോ എന്തോ സംശയം തോന്നി. മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടം വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ? മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വരാ, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പോ ഇത് നിങ്ങൾക്കുള്ളതാ.
വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ, വാ, വന്ന് കഴിച്ചോ. സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി. പൊന്നു, മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് നിന്നോളണം കേട്ടോ. ഓ, മനസ്സിലായേ. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞതല്ലേ. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം 4 മണിയായല്ലോ. മുത്തശ്ശി, ഇപ്പോ സമയം 4 മണിയായെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ആ 4 മണിപ്പൂക്കള് വിരിഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞതാ. 4 മണിപ്പൂക്കളോ? അതെന്ത് പൂക്കളാ? എന്നും വൈകുന്നേരം 4 മണിക്ക് വിരിയുന്ന പൂക്കൾ. അന്തിമലരി എന്നും ഇതിന് പേരുണ്ട്. ഈ 4 മണിപ്പൂക്കൾക്ക് എന്തൊരു ഭംഗിയാ. ശരിയാണ് മോളെ. വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നതെങ്കിലും വളരെ മനോഹരമായിട്ടാ ഈ പൂക്കളെയും ഈശ്വരൻ അണിയിച്ചൊരുക്കുന്നത്. മോളെ, ഇത് കണ്ടോ? ഇതാണ് നാഴി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അരി അളന്നെടുത്തുകൊണ്ടിരുന്നത് ഈ നാഴി കൊണ്ടാ. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അരി അളക്കാൻ നാഴി ഉപയോഗിക്കുന്നുള്ളൂ. മുത്തശ്ശി, ഈ നാഴിക്കാണോ പറ എന്ന് പറയുന്നത്? അല്ല മോളെ, പറ എന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നതാ. ദാ അത് കണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അളവറിയാൻ മാത്രമല്ല, തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. വാ മോളെ. പശുവിനെ കറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളൊക്കെ ദിവസവും പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. ഇത് അതുപോലൊന്നും അല്ല. ഒരു മായവും ചേരാത്ത ശുദ്ധമായ പാലാ. ശരിയാ, ഇങ്ങനെയുള്ള പാലാണ് കുടിക്കേണ്ടത്. എന്നാലേ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടും, അല്ലേ മുത്തശ്ശി? കുട്ടികള് ദിവസം ഓരോ ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. ഹായ്, ഒരു പൂച്ച. ഇതാണ് കുറിഞ്ഞിപ്പൂച്ച. ഇവള് വന്നത് പാല് കുടിക്കാനാ. കണ്ടില്ലേ പാത്രം കടിച്ചു പിടിച്ചിരിക്കുന്നത്? ഈ പാത്രത്തിലാ ഇവൾക്കെന്നും പാല് കൊടുക്കുന്നത്. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ. എന്റെ പൊന്നുമോൾക്ക് മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും പറഞ്ഞു തരാലോ. ഒരിടത്ത് ദാമു എന്നു പേരുള്ള ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. നല്ലവനായ ദാമുവിനെ ആ നാട്ടിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ദാമുവിന് ഒരു മകനുണ്ട്, സോമു. തയ്യൽക്കടയിൽ അച്ഛനെ സഹായിക്കുന്നതായിരുന്നു സോമുവിന്റെ ജോലി. അച്ഛനെ പോലെ പാവൊന്നും ആയിരുന്നില്ല സോമു. അവൻ ദേഷ്യക്കാരനായിരുന്നു. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തു പറ്റിയാവോ? കുറച്ചു നേരമായല്ലോ അച്ഛൻ വഴിയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ആരെയാ? അവനെ, ആ കേശവൻകുട്ടിയെ. അതിന് കേശവൻകുട്ടി എന്ന പേരുള്ള ആരും ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ലല്ലോ. കേടാ മോനെ, ഞാൻ എപ്പോഴും പഴം കൊടുക്കുന്ന ആ ആനയില്ലേ, അവനാ കേശവൻകുട്ടി. അത് ശരി, കേശവൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര്. വെറുതെ എന്തിനാ അച്ഛൻ ആനയ്ക്ക് പഴം വാങ്ങിക്കൊടുത്ത് കാശ് കളയുന്നത്? മോനെ സോമു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ.
കേശവൻകുട്ടിക്ക് പഴം കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ആ വാ വാ, നിനക്കുള്ള പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നശിച്ച ആന ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ പഴം മുഴുവൻ എനിക്ക് തിന്നാമായിരുന്നു. ആ മുഴുവനും തിന്നോടാ കേശവൻകുട്ടി, നല്ല ഏത്തപ്പഴമാ. ഹോ, ഈ ആന ഒരു പഴക്കൊതിയന. കണ്ടില്ലേ, എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയത്. ഇവന് പഴമല്ല, സൂചി കൊണ്ടൊരു കുത്താണ് കൊടുക്കേണ്ടത്. ആ എന്നാ പിന്നെ കേശവൻകുട്ടി പുഴയിലേക്ക് പൊക്കോ. നാളെ നിനക്ക് ഞാൻ നല്ല പൂവമ്പഴം വാങ്ങി വയ്ക്കാം. എടാ ദാമുവേ, എന്റെ ചട്ട തയ്ച്ചോടാ മോനെ. ചാട്ടയോ? ചാട്ടയല്ല മോനെ, ചട്ട. ഇന്ന് തയ്ച്ചു തരാന്നാ നിന്റെ അച്ഛൻ ദാമു പറഞ്ഞത്. ഇന്നാണെങ്കി എനിക്കൊരു കല്യാണത്തിനും പോകണം. അതിനെന്താ, പൊയ്ക്കോളൂ. എടാ മോനെ, ഈ ചട്ട തച്ചു കിട്ടി അതിട്ടോണ്ട് വേണം പോകാൻ. അതെന്തായാലും നടക്കില്ല. ചട്ടയ്ക്കുള്ള തുണി വെട്ടിയിട്ട് പോലുമില്ല. മാത്രമല്ല, അച്ഛൻ ഇന്ന് വൈകിയേ വരൂ. എന്തായാലും എനിക്ക് എന്റെ ചട്ട തച്ചു കിട്ടണം. അതും കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. ശ്ശേ, എന്താ ഇത്? അയ്യോ, ആന കുത്താൻ വരുന്നേ. പേടിക്കണ്ട, ആന ഒന്നും ചെയ്യില്ല. ആ, ഇന്നും നീ പഴം തിന്നാൻ ഇവിടെ നിന്നോ? കൊള്ളാം. പഴമൊക്കെ തിന്നിട്ട് നീ പതിയെ കുളക്കരയിലേക്ക് വാ, ഞാൻ മുമ്പേ പോവാ. തുമ്പി നീട്ടിപ്പിടിച്ചൊന്നും നിക്കണ്ട, അച്ഛൻ ഇവിടില്ല. വേഗം സ്ഥലം വിട്ടോ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പൊയ്ക്കോ വേഗം. പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? നിന്നെ ഓടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അടുത്ത മോനെ, ആനയെ സൂചി കൊണ്ട് കുത്തല്ലേ. മിണ്ടരുത്. എന്ത് വേണമെന്ന് എനിക്കറിയാം. കുത്തല്ലേ മോനെ. നിനക്ക് ഇതിരിക്കട്ടെ. എന്റെ അടുത്ത് ആനയുടെ ഓരോ അഭ്യാസവും നടക്കില്ല. കുത്തു കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ട് ഓടിയത് കണ്ടില്ലേ? ഇനി അവൻ ഈ വഴിക്ക് വരില്ല. അച്ഛൻ വരുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചു വരാം. എടാ മോനെ, നീ പോവാണോ? ഞാനൊരു ചായ കുടിക്കാൻ പോവാ. അപ്പോ എന്നെ ചട്ടയോ? ചട്ട ഇന്ന് കിട്ടില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്റെ ദൈവമേ, കല്യാണത്തിന് പോക്ക് മുടങ്ങിയല്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോലീസുകാരന്റെ ഉടുപ്പ് കൊടുക്കണം. ഓ, ഇല്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കും. നീ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും മതിയായില്ലേ? സൂചി കൊണ്ടുള്ള കുത്ത് ഇനിയും വേണോ? അയ്യോ, എല്ലാം നനഞ്ഞല്ലോ. ഈ ആനക്കെന്താ മതവിളകിയോ? അയ്യോ, ഓടിവായോ, ഈ ആന എന്റെ കട തകർക്കുന്നേ. അയ്യോ, ഓടിവായോ. കേശവൻകുട്ടി, വേണ്ടടാ. ഞാൻ വരാൻ അല്പം വൈകിപ്പോഴേക്കും എന്തിനാ കേശവൻകുട്ടി നീ അതിക്രമം കാട്ടിയത്? അതിക്രമം കാട്ടിയത് കേശവൻകുട്ടിയല്ല, നിങ്ങളുടെ മകനാ. സൂചി കൊണ്ട് കേശവൻകുട്ടിയുടെ തുമ്പിക്കൈയിൽ ഇവൻ കുത്തി. അച്ഛാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. മോനെ, കോപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് ശത്രുക്കളെയേ നേടാൻ പറ്റൂ. എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഏത് കൊലകൊമ്പനെയും കീഴടക്കാൻ പറ്റുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അച്ഛാ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. പണ്ട് പണ്ട് ഒരു നാട്ടിൻ പുറത്ത് 2 പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. വെളുമ്പനും കറുമ്പനും. അവര് 2 പേരും വലിയ കുസൃതിക്കാരായിരുന്നു. തക്കം കിട്ടിയ അവരാഹാര സാധനങ്ങൾ കട്ടു തിന്നും. അങ്ങനെ ഇരിക്കെ വെളുമ്പനും കറുമ്പനും മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കടന്നു. അവർക്ക് അവിടെ നിന്ന്
ഒരു നെയ്യപ്പൻ കിട്ടി. കയ്യിൽ കിട്ടിയ നെയ്യപ്പവുമായി വിളുമ്പനും കറുമ്പനും പുറത്തിറങ്ങി. ആ നെയ്യപ്പം പങ്കിട്ടെടുക്കാൻ അവര് തീരുമാനിച്ചു. അങ്ങനെ കറുമ്പൻ അത് രണ്ടായി പകുത്തു. അപ്പോഴോ ഒരു കഷണം വലുതും ഒരു കഷണം ചെറുതും. വലിയ അപ്പക്കഷണത്തിനായി ഇരുവരും കലഹിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു കുട്ടിക്കൊരങ്ങൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി വന്ന് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പരിഹരിക്കാം. ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇത് ഞാൻ നിങ്ങൾക്ക് തുല്യമായി പങ്കുവെച്ചു തരാം. ഓ, ഇതൊരൽപ്പ വലുതാണല്ലേ. ഇതാ പിടിച്ചോ. ഇതൊരൽപ്പ വലുതാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പോഴോ? പിന്നെയും കുഴഞ്ഞല്ലോ. അങ്ങനെ സൂത്രത്തിൽ അപ്പം മുഴുവൻ കൊരങ്ങൻ വയറ്റിലാക്കി. എന്നിട്ട് അടുത്തുള്ള മരത്തിലേക്ക് ചാടിക്കയറി. ഇളിവ്യരായ പൂച്ചക്കുട്ടികൾ തലയും താഴ്ത്തി നടന്നുപോയി.